ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പർദീസ ചിക്കൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഞാനൊരു ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്കിന്നൊന്നും കളഞ്ഞിട്ടില്ല. നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഫോർക്ക് കൊണ്ട് ഇതുപോലെ കുത്തി എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഹോൾ ഇടുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലയൊക്കെ നമ്മൾ പുരട്ടി കഴിയുമ്പോഴത്തേന് അതിനുള്ളിലൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതുണ്ട്, ഇപ്പോൾ ഏകദേശം നല്ലവണ്ണം തന്നെ ഞാൻ എല്ലായിടത്തും കുത്തി കൊടുത്ത് നല്ല ലേനാക്കി, അതായത് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 3 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയായിരുന്നു കേട്ടോ, ഒരു തക്കാളി. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ എടുത്തു. എൻ്റെ കയ്യിൽ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ സവാളയും തക്കാളിയും ഇഞ്ചിയും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കണം, കാരണം നമുക്ക് ഈ മസാല എല്ലാം കൂടെ ചിക്കനകത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് പുരട്ടി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ സവാളയും ഇഞ്ചിയും തക്കാളിയും ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം ഉടച്ചെടുക്കണം കേട്ടോ. എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പം സവാളയുടെ സ്ഥാനത്ത് വേണമെങ്കിൽ ഒരു ചെറിയ സവാളയും പിന്നെ ക്യാപ്സിക്കവും കൂടി എടുത്താലും മതി. തക്കാളി ഓപ്ഷണലാണ്, വേണമെന്നില്ല. പക്ഷേ ഇതെല്ലാം കൂടി ഇടുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പം നമ്മളിവിടെ നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളിടാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാവേ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ഗരം മസാല ഇല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ആണെങ്കിലും മതി, കുഴപ്പമില്ല. ഇനി നമ്മൾ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മുളക് പൊടിയും ഇതുമെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, എരിവിനൊക്കെ അനുസരിച്ച്. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൂടെ ചേർത്തുള്ള ഉപ്പാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു അരമുറി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവറിൻ്റെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓയിലൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ആ മസാല എല്ലാം കൂടി ഒന്ന് ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ചിക്കനിലേക്ക് നല്ലവണ്ണം ഒന്ന് മസാല പിടിപ്പിച്ച് തേച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഒന്ന് മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ചിക്കൻ ഇട്ടതിന് ശേഷം കുറച്ച് മസാല നമുക്ക് മുകളിലും എല്ലാമായിട്ട് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതിനുള്ളിലൊക്കെ കുറച്ച് മസാല നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിക്കൻ കഴുകുന്ന സമയത്ത് നല്ലവണ്ണം ഉള്ളൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകണം കേട്ടോ. അങ്ങനെ നമ്മൾ മസാലയെല്ലാം നല്ലവണ്ണം തേച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അരമണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ആ മല്ലിയില എടുത്ത് വെച്ചിട്ടില്ലേ, അതുകൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം അരമണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഞാനിപ്പോൾ പുറത്താണ് വെച്ചിരുന്നത്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഓയിൽ ഞാൻ ഒഴിക്കുന്നില്ല, കാരണം ചിക്കൻ്റെ സ്കിന്ന് കളയാത്തത് കൊണ്ട് തന്നെ നല്ല നെയ്യ് ഉണ്ടാവും. അതുകൊണ്ട് ഒരുപാട് ഓയിൽ ഞാൻ ഒഴിക്കുന്നില്ല. എന്നിട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാവേ. പെരിഞ്ജീരകമൊക്കെ ഏകദേശം നല്ലവണ്ണം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ആ ചിക്കനൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാലൻസ് വരുന്ന മസാല ഉണ്ടല്ലോ, ആ മസാല നമ്മൾ ഈ പാത്രത്തിലേക്ക് ആദ്യം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലവണ്ണം നമുക്ക് ആ മസാലയെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഈ മസാലയിൽ കിടന്ന് ഈ ചിക്കൻ വേകുമ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി, കാരണം ഇത് വെന്ത് വരുന്തോറും ഓയിലുണ്ടാവും.
ആ മസാലയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നിരത്തി കൊടുക്കാവേ. ആ മസാലയെല്ലാം നല്ലവണ്ണം ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ, ആ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴിവതും ലോ ഫ്ലെയിമിൽ തന്നെ വേണം വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ലോ ഫ്ലെയിമിൽ വെച്ചില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചിക്കൻ പുറം വശം വേകുകയും ചെയ്യും, ഉൾവശം നമുക്ക് വേവത്തുമില്ല. അങ്ങനെ നമ്മൾ മൂടി വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളതൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേന് നമ്മൾ ആ ഓയിലൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ജസ്റ്റ് ആ മസാലയും ഓയിലും എല്ലാം കൂടെ അതിൻ്റെ മുകളിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിട്ട് നിങ്ങളതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണേ. ഏകദേശം ഒരു 45 മിനിറ്റോളം നമുക്ക് ഈ ചിക്കൻ, ഫുൾ ചിക്കൻ അല്ലേ, വെന്ത് കിട്ടാൻ വേണ്ടി സമയമെടുക്കും. അപ്പോൾ അതുവരെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മറിച്ചിടുന്ന സമയത്ത് ചിക്കനൊന്നും മുറിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ, കാരണം വെന്ത് വരുമല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ മസാലയൊക്കെ നല്ലപോലെ സെറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്നട്ടും ബദാമും കൂടെ ഇട്ട് ഒരു പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒഴിച്ചെടുക്കുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കാരണം മറ്റൊന്നുമല്ല, ഞാൻ വീഡിയോ ഓൺ ചെയ്തില്ലായിരുന്നു കേട്ടോ, അതാണ് എനിക്ക് പറ്റിപ്പോയത്. അപ്പം എന്തായാലും ആ പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നല്ലവണ്ണം ആ ചിക്കൻ്റെ മുകളിൽ എല്ലായിടത്തും നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം നിങ്ങൾ പർദീസ ചിക്കൻ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും കുബൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിനെ കഴിഞ്ഞും എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം ഇതുപോലെ ചപ്പാത്തി, കുബൂസ്, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനാണ്. വേണ്ട ഒന്നുമില്ലെങ്കിൽ തന്നെ ഇത് തന്നെയാണെങ്കിലും കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്. അപ്പം ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഇത് വേവാൻ കുറച്ച് സമയം എടുക്കും, അത്രേ ഉള്ളൂ. ഒരു 40-45 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കണം കേട്ടോ. പിന്നെ എനിക്ക് ഈ ചിക്കനെ കഴിഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ മസാല കേട്ടോ. ആ ബദാമിൻ്റെയും കാഷ്നട്ടിൻ്റെയും നമ്മുടെ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വന്നപ്പോൾ ഉണ്ടല്ലോ, പൊളി, എൻ്റെ അമ്മ പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.